പുണ്യ റമളാനിലെ മഗ്ഫിറത്തിൻ്റെ പത്തിലെ അവസാനത്തെ രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അല്ലേ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ പകലുമാണ്. മഗ്ഫിറത്ത് കിട്ടി നമുക്ക്. പുണ്യ റമളാൻ കിട്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മഗ്ഫിറത്ത് കിട്ടിയില്ല എങ്കിൽ അവൻ നശിച്ചു പോട്ടെ എന്ന് ദ്വാരക്കുന്നതാരാ? സയ്യിദുന ജിബ്രീൽ. ആമീൻ പറയുന്നതാരാ? ലോകത്തിൻ്റെ നേതാവ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് മഗ്ഫിറത്ത് കിട്ടേണ്ട മക്കളെ. ഈ മഗ്ഫിറത്ത് കിട്ടാതെ തോറ്റുപോയ ആകുകയാണെങ്കിൽ എത്ര വലിയ അപകടത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് രക്ഷപ്പെടണ്ടേ? കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അക്കൂട്ടത്തിൽ അത്ഭുതം എന്ന് പറഞ്ഞൊരു ദിക്റുണ്ട്. ഒരു തവണ മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിയാൽ മതി. കൽബിൽ തട്ടിയിട്ട് അള്ളാഹിനോടുള്ള മഹബത്ത് നിറച്ചു വെച്ച് ആ ഒരു ബോധ്യത്തിൽ ഒരേ ഒരു തവണ ആ ദിക്റൊന്ന് ചൊല്ലിയാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാകും നിങ്ങൾ. ഉമ്മ പ്രസവിച്ച കുഞ്ഞ് അല്ലേ. ഹജ്ജിനൊക്കെ പോയി വരുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഹദീസ് വെച്ചിട്ട്. ഇതുപോലെ തന്നെ മുത്തുനബി പഠിപ്പിക്കുന്ന ഈ ദിക്റ് ചൊല്ലിയാൽ ഒരു പ്രത്യേക സമയമൊക്കെ ഉണ്ട് അതിന്. ഒരു തവണ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാകും. മാത്രമല്ല ഈ ദിക്റ് കൊണ്ട് ദുനിയാവിലെ ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തരും. നിങ്ങൾക്ക് ആഖിറവും അല്ലാഹു തരും, ആഖിറവും തരും. ഇതൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അതോടൊപ്പം ഇന്ന് നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അതൊക്കെ നമുക്ക് ഉൾക്കൊണ്ട് കൃത്യമായി ജീവിതത്തിൽ അന്വർത്ഥമാക്കണം. 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എടോ, ഇത് നമ്മുടെ അവസാനത്തെ റമളാനാകും അല്ലെങ്കിൽ ആകൂല വല്ല ഉറപ്പുണ്ടോ നമുക്ക്? അവസാനത്തെ റമളാൻ ആകുമോ ഇല്ലയെന്ന് വല്ല ഉറപ്പുണ്ടോ? അവസാനത്തെ റമളാൻ ആയാലോ? ഈ റമളാൻ കൊണ്ട് നമുക്ക് പാപമോചനം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ അല്ലേ? റമളാൻ കിട്ടിയിട്ട് പാപമോചനം കിട്ടാത്തവൻ നശിച്ചു പോട്ടെ എന്നല്ലേ മുത്തുനബിയുടെ ദുആ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, കഴിഞ്ഞ സ്വഭാവുൽ ഖൈറിൽ റമളാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ ഇല്ല. അതിൽ പല ആളുകളുടെയും ബാപ്പയുണ്ട്, ഉമ്മ ഉണ്ട് അല്ലേ, കെട്ടിയോനുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവരൊക്കെ മരിച്ചുപോയ സങ്കടം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റമളാൻ ലഭിച്ച മുഅ്മിനീങ്ങളിൽ അവരെയും നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത് എൻ്റെ അവസാനത്തെ റമളാനാണെന്നുള്ള ബോധ്യത്തിൽ വേണം നമ്മൾ ഈ പരിശുദ്ധ റമളാനിനെ സമീപിക്കാൻ. നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല അടുത്ത റമളാൻ കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ അടുത്ത റമളാൻ വരട്ടെ എന്നിട്ട് നന്നാകാമെന്ന് ചിന്തിച്ചിരിക്കല്ലേ. ഈ റമളാനിൽ തന്നെ അള്ളാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് മേടിച്ചെടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ പടച്ചോൻ്റെ മഗ്ഫിറത്ത് കിട്ടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. മാത്രമല്ല അക്കൂട്ടത്തിലൊരു ദുആ ഉണ്ട്, ഒരു അത്ഭുത ദുആ. ആ ദുആ ഇന്നൊരു പ്രത്യേക സമയത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാലേ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചിടുമ്പോൾ എത്രമേൽ പരിശുദ്ധരായിരുന്നു നമ്മൾ, അങ്ങനെ ആയിത്തീരുമെന്ന് പഠിപ്പിക്കുന്നത് ആരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ കൃത്യമാക്കണം. പടച്ചോൻ്റെ സ്വഭാവം നമ്മളിലുണ്ടാകണം. എന്താ പടച്ചോൻ്റെ സ്വഭാവം? നമ്മൾ എന്തോരം തെറ്റ് ചെയ്താലും എന്തോരം മോശത്തരങ്ങൾ ചെയ്താലും പടച്ചോനോട് അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറയുമ്പോഴേക്ക് പടച്ചോനൊക്കെ പുറത്തു തരില്ലേ അല്ലേ? ദിക്റതല്ല കേട്ടോ, വേറെ വരാനുണ്ട്. അള്ളാഹ് നമുക്കതൊക്കെ പുറത്തു തരാറില്ലേ? നമ്മളോട് തെറ്റ് ചെയ്ത കുറേ മനുഷ്യന്മാരുണ്ടാവും അല്ലേ? നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ കുറ്റം പറഞ്ഞവർ, തെറി പറഞ്ഞവർ, പണ്ടെപ്പോഴോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മളെ വേദനിപ്പിച്ച അമ്മായിയമ്മ, മരുമോള്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. ഇവർക്ക് നമ്മൾ പുറത്തു കൊടുത്താലേ കരുണക്കടലായ റബ്ബ് നമുക്ക് പുറത്തു തരുള്ളൂ. ഇങ്ങനെ നമ്മളോട് തെറ്റ് ചെയ്തവർക്ക് നമ്മൾ പുറത്തു കൊടുത്തെങ്കിലേ കരുണക്കടലായ റബ്ബ് നമുക്ക് പുറത്തു തരും. അതാണ് തഹല്ലഖൂ ബി അഖ്ലാഖില്ല. നിങ്ങളിൽ പടച്ചോൻ്റെ സ്വഭാവം ഉണ്ടാകണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോൻ്റെ സ്വഭാവം എന്താ? എന്തോരം പടച്ചോനെ കുറ്റം പറഞ്ഞാലും എന്തോരം തെറ്റും തോന്നിയാസം ചെയ്താലും അസ്തഗ്ഫിറുല്ലാഹ്, നീയല്ലാതെ ആരാ പടച്ചോൻ എനിക്ക് പുറത്തു തരാൻ? നീ പുറത്തു തന്നെ അല്ലാന്ന് പറഞ്ഞാൽ എല്ലാം പുറത്തു തരാൻ അവൻ തയ്യാറാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത് മഗ്ഫിറത്തിൻ്റെ അവസാനത്തെ രാവ് വരുമ്പോൾ, അതുപോലെ തന്നെ പ്രവാസികൾക്ക് ഇന്ന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന 21ാമത്തെ രാവാണ്. അപ്പോൾ ഈ രാവുകളൊക്കെ വരുമ്പോൾ അള്ളാഹുവിലേക്കൊന്ന് കൈ ഉയർത്തിയാൽ മതി. പക്ഷേ ആ കൈ ഉയർത്തൽ സ്വീകരിക്കണമെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്തവർക്കൊക്കെ നമ്മൾ പുറത്തു കൊടുക്കണം. എടാ, ഇതൊരു ഔദാര്യമൊന്നുമല്ല ഈ പുറത്തു കൊടുക്കൽ. അതായത് നമ്മളെ ഒരാൾ ദേഷ്യം പിടിപ്പിക്കുന്നു എന്ന് വെക്കാം, ദേഷ്യം വരാറില്ലേ നമുക്ക്? ദേഷ്യമൊക്കെ ഇത്തിരി കൺട്രോൾ ചെയ്യണം കേട്ടോ. നമ്മൾ ബദരീങ്ങളുടെ മഹത്വമൊക്കെ പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ബദരീങ്ങളുടെ സ്വഭാവം എന്താ? വൽകാളിമീനൽ ഗൈള്, ദേഷ്യം കടിച്ചു പിടിക്കുന്നവരാണ് അവർ. ദേഷ്യമൊന്നും പുറത്ത് കാണിക്കൂല. ആദ്യം നമ്മളിത് എവിടെ ചിലവാക്കണം? വീട്ടിൽ അല്ലേ?
വീട്ടിൽ കെട്ടിയവരോടും മക്കളോടൊക്കെ ഭയങ്കര ദേഷ്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, പുറത്ത് ഭയങ്കര മാന്യന്മാരായിരിക്കും. അതായത് ഭാര്യയും മക്കളെയും ചീത്ത പറയുക, അവരെ വേദനിപ്പിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുന്ന കുറേ കെട്ടിയവന്മാരുണ്ട്. പുറത്ത് അത്ര നീറ്റായ ഒരാളുണ്ടാവില്ല. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണത്. നാസിസം തലക്ക് പിടിച്ചവർ, അവരോടൊപ്പം ജീവിക്കാൻ പറ്റൂല മനുഷ്യന്മാർക്ക്, അത്ര ഇടങ്ങേറാണ്. നരകിക്കും കിടന്ന് പെണ്ണുങ്ങൾ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ പലർക്കും ഉണ്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. നാസിസമാണ് അവരുടെയൊക്കെ തലയിൽ. അതായത് അവർ ജനങ്ങളുടെ മുമ്പിൽ ഭാര്യയും മക്കളെയൊക്കെ കൊച്ചാക്കി സംസാരിക്കും. ഓരോരോ അടയാളങ്ങളാണ്. അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് തമാശ പറയുകയാണെങ്കിലും ആ തമാശയിൽ പോലും ഭാര്യയുടെയോ മക്കളുടെയോ കുറ്റങ്ങളുണ്ടാവും, അല്ലേ? അവരെ കളിയാക്കിക്കൊണ്ടായിരിക്കും ഒരു തമാശ പറയാം. അതുപോലെ തന്നെ അവരെ വേദനിപ്പിക്കും. അവരുടെ ഒരു വേദന കണ്ടിട്ട് അതിൽ മനസ്സിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളായിരിക്കും. പക്ഷെ പുറത്ത് അത്ര നീറ്റായ, നാട്ടുകാർക്ക് വേണ്ടി അത്ര നല്ലത് ചെയ്യാൻ പറ്റിയൊരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. ഇവരൊക്കെ എന്ത് റമദാൻ കിട്ടാണ് ഇവനൊക്കെ? അങ്ങനെ അത് ആണ് മാത്രമല്ല, പെണ്ണുങ്ങളിലും അങ്ങനെയുണ്ട്. പരസ്പരം ഇണകളായി അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവിതമാകെ അവതാളത്തിലാണ്. അള്ളാഹു എല്ലാവർക്കും ബോധം നൽകട്ടെ. അപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ബദരീങ്ങളുടെ സ്വഭാവമാണ്. ഇനി സാധാരണഗതിയിൽ നമ്മളെ ദേഷ്യം പിടിപ്പിച്ച ഒരാളുണ്ട്, അയാളോട് എന്ത് ചെയ്യണം? പുറത്തു കൊടുക്കണം. എങ്ങനെ പുറത്തു കൊടുക്കുക? ഓ, എന്നെ ദേഷ്യം പിടിപ്പിച്ച് ഞാൻ പുറത്തു വന്നതിൽ കേട്ടല്ലോ, അങ്ങനെയൊന്നുമല്ല. എടാ, അവൻ നമുക്ക് ചെയ്തതൊരു വല്ലാത്ത ഗുണമാണ്. എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിലെ ദേഷ്യം, എനിക്കിങ്ങനെ ഒരു വികാരമുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിവ് തന്നതാരാ? എന്നെ ദേഷ്യം പിടിപ്പിച്ചവനാ. എന്നെ ദേഷ്യം പിടിപ്പിച്ചവൻ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഉള്ളിലെ ഈ വൃത്തികെട്ട സ്വഭാവം ഉണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ തിരിച്ചറിയാതെ ആ ദേഷ്യമെന്ന വൃത്തികെട്ട സ്വഭാവം അതിൻ്റെ അകത്ത് കിടന്നാൽ എൻ്റെ അമലുകളൊന്നും അല്ല സ്വീകരിക്കൂല. അപ്പോൾ ഈ ദേഷ്യമെന്ന വികാരത്തെ പുറത്തിട്ടിട്ട് എൻ്റെ ഉള്ളിലെ ഇത്ര വൃത്തികെട്ട സ്വഭാവത്തെ എനിക്ക് കാണിച്ചു തന്നവനാണ് എന്നെ ദേഷ്യം പിടിപ്പിച്ചവൻ. അതിലിപ്പോൾ കെട്ടിയോളായിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം, ചിലപ്പോൾ മൂത്താപ്പായിരിക്കും, കൊച്ചാപ്പായിരിക്കാം, ആരും ആകട്ടെ. ആ ദേഷ്യം പിടിപ്പിച്ചവർക്കൊക്കെ പടച്ചോനെ എൻ്റെ വൃത്തികെട്ട സ്വഭാവത്തെ കാണിച്ചു തന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അൽഹംദുലില്ലാ, ഞാൻ പുറത്തു കൊടുത്തല്ലോ, നീ പുറത്തു കൊടുക്കണേ. അവനെ കാണുമ്പോൾ എന്നെ ദേഷ്യം പിടിപ്പിച്ച്, അങ്ങനെയല്ല, എന്നെ ദേഷ്യം പിടിപ്പിച്ച് എൻ്റെ ഉള്ളിലെ വൃത്തികെട്ട സ്വഭാവം കാണിച്ചു തന്ന മഹാനെ. ആ മോഡൽ, ആ ഒരു മൈൻഡിലൊന്ന് കണ്ടു നോക്കിയേ. തഹല്ലഖൂ ബി അഖ്ലാഖില്ല, അള്ളാൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുന്നതാണ്. ആ ബോധ്യത്തോടുകൂടെ എല്ലാവർക്കും പുറത്തു കൊടുക്കണം മനസ്സുണ്ടെങ്കിലേ നിങ്ങൾക്ക് മഗ്ഫിറത്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. പണിക്ക് പോകണ്ട. ശരി, ഇന്ന് ഈ തിങ്കളാഴ്ച ദിവസം ചില കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ അള്ളാൻ്റെ മഗ്ഫിറത്ത് നമുക്കുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, തിങ്കളാഴ്ച ദിവസം അള്ളാഹു സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കുന്ന ദിവസങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ സ്വർഗം ചോദിക്കണം അള്ളാഹിനോട്. ഒന്ന് 3 തവണ ചൊല്ലിക്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. നിരന്തരം സ്വർഗം ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്വർഗം പോലും ആഗ്രഹിക്കുമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ട് സ്വർഗം ധാരാളം ചോദിക്കാം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന 2 ദിവസങ്ങളുണ്ട് ആഴ്ചയിൽ. ഒന്നേതാ? തിങ്കളാണ്, മറ്റൊന്ന് വ്യാഴാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ അസറിന് ശേഷം അള്ളാഹു അങ്ങ് ഉയർത്തും. ആഴ്ചയിലെ കർമ്മങ്ങൾ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ല. എങ്ങനെയാണ് സ്വീകരിക്കണമെന്ന് ദ്വാരക്കേണ്ടത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന തമ്പുരാനെ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല. നീ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ന്യൂനതകളുണ്ട്, ഒരുപാട് ന്യൂനതകൾ. നീ തട്ടിക്കളഞ്ഞ പോയില്ലേ പടച്ചോനെ? ആ ബോധ്യത്തിൽ ചൊല്ലണം. കഅബാലയം പണിതിട്ട് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടെ ദ്വാരുന്ന ദ്വയാണത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അതുപോലെ ഇന്നത്തെ രാത്രി നമ്മൾ പറഞ്ഞു മഗ്ഫിറത്തിൻ്റെ 10 അവസാനത്തെ രാത്രിയാണ് തറാവീഹ് നിസ്കരിക്കുക. പല സഹോദരിമാരും മടിച്ചിക്കോതകളാകണ്ട്. അങ്ങനെ ആകാൻ പാടില്ല കേട്ടോ. സഹോദരന്മാരാണ് മെയിൻ. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടെ ഇഖ്ലാസോടെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമളാനിലെ ഈ നിസ്കാരം നിർവഹിച്ചാൽ, തറാവീഹ് നിസ്കരിച്ചാൽ, മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അവന് പൊറുക്കപ്പെടുമെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈമാൻ വേണം, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കണം. അത് ഒട്ടും വയ്യ, മുടക്കല്ലേ, ഒരു 2 റക്അത്തെങ്കിലും തറാവീഹ് നിസ്കരിച്ചിട്ട്. 20 നിസ്കരിക്കണവരുണ്ട്. ആ ഉസ്താദ് 2 നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, 2എങ്കിലും ഇല്ലാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. തറാവീഹിൻ്റെ എണ്ണം 20ആണ്, അതിൽ കുറവില്ല. എന്നാൽ എനിക്ക് പറ്റുന്നില്ല എന്ന് വരുമ്പോൾ 2ഓ 4ഓ
നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നിർവഹിക്കുക. എന്നിട്ട് അള്ളാഹിനോട് മനസ്സറിഞ്ഞ് ദ്വാരക്കുക. അള്ളാഹു പാപമോചനം തരും. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ്. നമ്മളൊരു ദിക്ർ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു അല്ലേ? എപ്പോഴാണ് അത് ചൊല്ലേണ്ടത്? നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം, നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ്. നോമ്പ് തുറന്നതിന് ശേഷം ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞിനെപ്പോലെ പരിശുദ്ധനായി തീരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഏതാണ് ആ ദിക്ർ നോക്കിയേ? യാ അളീമു യാ അളീമു യാ അളീം അൻത റബ്ബി ലാ ഇലാഹ ഗൈറുക ഫഗ്ഫിരിദ് ദംബൽ അളീം ഫഇന്നഹു ലാ യഗ്ഫിറുദ് ദംബൽ അളീമ ഇല്ലൽ അളീം. യാ അളീം, അളീമായ റബ്ബേ, അളീമായ റബ്ബേ, അളീമായ റബ്ബേ. കൽബിൽ തട്ടിയിട്ട് വിളിക്കണോട്ടാ വിളിയൊക്കെ. അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്. റബ്ബാണവൻ അല്ലേ? എനിക്കെന്ത് തന്നാലും ഗുണാണവൻ. ലാ ഇലാഹ ഗൈറുക, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല അല്ലാ. എനിക്ക് നീയേ ഉള്ളൂ പടച്ചോനെ. ആ ബോധ്യം വേണം. ഫഗ്ഫിരിദ് ദംബൽ അളീം, ഞാൻ ചെയ്ത മോശമായ വണ്ണമുള്ള പാപങ്ങളുണ്ട്, പൊറുക്കണേ അല്ലാ. ഫഇന്നഹു ലാ യഗ്ഫിറുദ് ദംബൽ അളീമ ഇല്ലൽ അളീം, ഈ വൻപാപങ്ങളെയൊക്കെ പൊറുക്കുന്നവൻ അളീമായ നീയല്ലാതെ ആരുമില്ല റബ്ബേ. ആ ബോധ്യത്തിൽ ഒന്ന് ചൊല്ലിക്കേ. യാ അളീമു യാ അളീമു യാ അളീം അൻത റബ്ബി ലാ ഇലാഹ ഗൈറുക ഫഗ്ഫിരിദ് ദംബൽ അളീം ഫഇന്നഹു ലാ യഗ്ഫിറുദ് ദംബൽ അളീമ ഇല്ലൽ അളീം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ ദുആ നിങ്ങൾ കുടുംബത്തിനും മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. അത്ര അത്ഭുതമാണ് ഈ ദുആ. കുടുംബത്തിനും മക്കൾക്കും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല ഈ ദുആ ചൊല്ലിയാൽ ദുനിയാവും ആഖിറൊക്കെ കിട്ടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ നേരത്ത് നാട്ടിലുള്ളവർ മറക്കരുത്, പ്രവാസികളും മറക്കരുത്. ഇന്ന് എന്നല്ല, എല്ലാ നോമ്പ് തുറന്നതിന് ശേഷവും റമദാൻ മുഴുവൻ നിങ്ങളിത് ചൊല്ലിക്കോ. അള്ളാഹു ഏറ്റെടുക്കും. മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണം, ഇണകൾക്കും പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ദുആ തന്നെയാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്. മനസ്സറിഞ്ഞു ദ്വാരക്കുക. അപ്പം ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് നമ്മുടെ മജ്ലിസ് ഉണ്ട്. അവസാനത്തെ രാവല്ലേ കടന്നു വരുന്നത് മഗ്ഫിറത്തിലെ. മനസ്സറിഞ്ഞു ദ്വാരക്കാൻ പറ്റിയ സദസ്സ്, എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് അസ്മാഉൽ ഹുസ്നയൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്താം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് സ്വതക്ക തന്നെയാണ്. റമദാനിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സംഗതിയല്ലേ? പാവപ്പെട്ട മനുഷ്യരെ, പ്രയാസങ്ങൾ അനുഭവിക്കണവരെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ എന്ത് കാര്യം അള്ളാഹ് നടത്തി തരൂടാ. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ? വീട് വേണോ, മക്കളെ വേണോ, മക്കളെ കെട്ടിക്കണോ, കടമാണോ, എന്തോ ആയിക്കോട്ടെ, ഇല്ലാത്ത സമയത്ത് കൊടുക്കുമ്പോൾ അതിന് ഭയങ്കര വാല്യൂ അല്ലേ? ഇപ്പോൾ നമ്മുടെ റിലീഫ് പദ്ധതി 2 പാവം മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടില്ലേ? അൽഹംദുലില്ലാ. കഴിയുന്നവരൊക്കെ അതിലേക്ക് ചെയ്യുക, ഏറ്റെടുക്കുക അവരെ. നമ്മളെ പടച്ചോനെ ഏറ്റെടുക്കുമെന്ന് എന്തിനാ ടെൻഷൻ അടിക്കണത്? അപ്പോൾ സ്വതക്ക കൊണ്ട് ധന്യമാക്കാം. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് സ്വലാത്താണ്. സ്വലാത്ത്, എല്ലാ പാപങ്ങളും പൊറുക്കാൻ സ്വലാത്ത് മതി. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമുള്ള വേറെന്താ മേലുള്ളത്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സറിഞ്ഞ് ധാരാളം സ്വലാത്ത് ചൊല്ലുക. ഡെയിലി റമദാനിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 33 സ്വലാത്തെങ്കിലും, കഴിയില്ലെങ്കിൽ ഇല്ലേ ഒരു 33 ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലാത്തൊരു ദിവസവും റമദാനിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ അത് മതിയെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കൃത്യമാക്കി നോക്കിയേ. മഗ്ഫിറത്ത് നിങ്ങൾക്കുള്ളതാണ്, നമുക്കുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കാരുണ്യം കൊണ്ട് മഗ്ഫിറത്ത് സിദ്ധിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും പുറത്തു കൊടുത്തെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള മനസ്സുണ്ടാകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ മദീന വിട്ടുപോയ സ്വഹാബിയാരാണ്? സയ്യിദുനാ ബിലാൽ അല്ലേ? ആ ബിലാൽ മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി. അവിടുത്തെ മദദ് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഇന്നത്തെ ചോദ്യം, വാഗ്ദത്തം പാലിക്കുന്നവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച പ്രവാചകൻ ആരാണ്? ഖുർആനിലെ ഈ ഒരു പ്രവാചകനെക്കുറിച്ച് വാഗ്ദത്തം പാലിക്കുന്ന പ്രവാചകനാണെന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ. പിന്നെ ഇന്ന് ഒരുപാട് കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ SSLC എക്സാമൊക്കെ എഴുതുന്ന കുട്ടികൾ, +1 എക്സാം എഴുതുന്ന കുട്ടികൾ, അങ്ങനെ പലവിധ എക്സാമുകൾ എഴുതുന്ന കുട്ടികളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ. പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിഥിൽ സവാബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. ആ മുത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. റമളാൻ എതിരാകുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. ലൈലത്തുൽ ഖദറാകുന്ന പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് സങ്കടങ്ങൾ മനസ്സിലുണ്ട്, നീക്കണേ അല്ലാ. ഒരുപാട് മുറാദുകളുണ്ട്, ഹാസിലാക്കണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്, ഉന്നത വിജയം നൽകണയല്ല. ശോഭനമായ ഭാവി നൽകണയല്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്നതിൽ നിന്ന് കാവലേകണയല്ല. ഒരുപാട് അസുഖബാധിതരുണ്ട്, ശിഫ നൽകണയല്ല. കടങ്ങൾ വീട്ടണയല്ല. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. യാ റബ്ബന, സർജറിക്ക് വിധേയരാകുന്ന പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, പരിപൂർണ്ണ വിജയത്തിലാക്കണയല്ല. കരുണക്കടലായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഉംറക്ക് പോകാൻ കൊതിക്കുന്നുണ്ട്, ഹജ്ജിന് പോകാൻ കൊതിക്കുന്നുണ്ട്. നീ എളുപ്പമാക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ വെളിച്ചമാക്കണയല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേയല്ല. നിൻ്റെ ത്വാഅത്തിൽ ദീർഘായുസ് ആഫിയത്തോടെ തരണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.